Loka Sayaiku Sahaya Akala
മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നും ഇന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നും ഇന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നും ഇന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, അവന്റെ സ്നേഹത്തെ അറിഞ്ഞവൻ, അവന്റെ രക്ഷയെ അറിഞ്ഞവൻ, ഈ ഭൂമിയുടെ കീഴിൽ അവൻ മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നും ഇന്നും കൂടെയുള്ളവൻ. മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, എന്റെ സ്തോത്രത്തിന്റെ യേശുവിനാണ്, എന്റെ സ്തുതിയുടെ മാറാത്തവൻ, എന്റെ ശബ്ദം യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നും ഇന്നും കൂടെയുള്ളവൻ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ പരിസരം നോക്കാതെ, അടുത്തിരിക്കുന്നവന്റെ വലിപ്പം നോക്കാതെ, അടുത്തിരിക്കുന്നവന്റെ മുഖം നോക്കാതെ, നിന്നെ രക്ഷിച്ചവന്റെ നിനക്ക് വിട്ടുതീരിക്കുന്നവന്റെ ആ മുഖത്തേക്ക് നോക്കി ആരാധനയ്ക്ക് കൊണ്ട് ആരാധനക്കകത്ത് രോഗസൗഖ്യം, ആരാധനക്കകത്ത് വെളിപ്പെടുന്ന ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്നവർ ആരും ആരാധന നിർത്തരുത്, ആരും ആരാധന നിർത്തരുത്. അവൻ റിതംപാടല്ല നമ്മുടെ ആരാധനയെ നയിക്കുന്നത്, കീബോർഡല്ല നമ്മുടെ ആരാധനയെ നയിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചവന്റെ ആരാധന അത് ആത്മനിറവിലുള്ളതായിരിക്കും. ഇന്ന് നിന്റെ ആത്മനിറവിലുള്ള ആരാധന വെളിപ്പെടുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് രോഗബന്ധനങ്ങൾ നീങ്ങപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ നിന്റെ ആദരത്തെ ഒന്ന് ചലിപ്പിക്ക, നിന്റെ വായൊന്ന് തുറക്ക. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചു. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അറിയാത്തോണ്ടാ പലരും ഈ അനങ്ങാക്കുറ്റിയായിട്ടിരിക്കുന്നത്. ആമേ, വർഷങ്ങളുടെ പാരമ്പര്യം പെന്തക്കോസ്തിനകത്ത് പറയാനുണ്ടല്ലോ, ഒറ്റ ഒരെണ്ണത്തിനും ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം അറിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെയും മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്നത്. എന്നാൽ ആർക്കും അടുത്തുകൂടുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ സ്തുതികളിൽ അധിവസിക്കുന്നവനായ അവൻ ഈ ഉലകത്തിൽ പകരം വയ്ക്കാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു ദൈവത്തെയാണ് നീയും ഞാനും ആരാധിക്കുന്നത്. എനിക്ക് അങ്ങനെ മഹത്വം ഇന്ന് രാത്രിയിൽ അറിയണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് അങ്ങനെ മഹത്വം അറിയണം, എനിക്ക് അങ്ങനെ വലിപ്പം അറിയണം. അളവറ്റ വലിപ്പത്തിന്റെ ശക്തി ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് വെറുതെയല്ല. പൗലോസ് അവന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ സ്തുതിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മഹത്വത്തിന്റെ വലിപ്പം ഇന്ന് രാത്രി എത്ര പേർ വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെ വിശുദ്ധനാ മാറ്റുന്ന ആശ്ചര്യമേ. ഒന്ന് സംബന്ധിച്ച് വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനാ മാറ്റുന്ന ഒരു മാനസാന്തരത്തിന്റെ രാത്രിയാവട്ടെ.